നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫൊക്കാനയുടെ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം കുമരകത്ത് നടക്കുകയാണ്. അവിടുത്തെ ചെയർമാനുമായിട്ട് ഉള്ള ഒരു സംവാദമാണ്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ വന്നിട്ട് ഇവർ ഈ 3 ദിവസത്തെ പരിപാടി നടത്തുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രോഗ്രാം, എന്തൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചറിയാം. സാർ നമസ്കാരം. നമസ്കാരം സാറേ, നമ്മുടെ ഈ ഫൊക്കാനയുടെ എന്താണ് ഇവിടെ നടത്തുന്ന പരിപാടിയുടെ ഉദ്ദേശം? അതായത് ഫൊക്കാന കേരളത്തോടും മലയാള ഭാഷയോടുമുള്ള പൊക്കിൾക്കൊടി ബന്ധം പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയാണ് ഫൊക്കാന. ആ ഫൊക്കാന കേരള ദേശത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം നമ്മളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ബേസ് ഇവിടെയാണ്, കേരളത്തിലാണ് നമ്മുടെ ബേസ്. അത് കാത്തു സൂക്ഷിക്കുക. അതായത് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ 40 വർഷമായി ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എല്ലാ 2 വർഷം കൂടുമ്പോഴും ഫൊക്കാന കേരള കൺവെൻഷൻ നടത്തുന്നുണ്ടെങ്കിലും ഈ വർഷം അതിവിപുലമായി സജിമോൻ്റെ നേതൃത്വത്തിൽ വളരെ ഗംഭീരമായിട്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഫൊക്കാന കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. ഭവനരഹിതർക്കുള്ള വീടിൻ്റെ ഉദ്ഘാടനം, അതുപോലെ തന്നെ നിരവധി കുട്ടികൾ ഇവിടെ മുങ്ങി മരിക്കുന്നുണ്ട്, അവർക്കൊരു പരിശീലനം കൊടുക്കുക. അതുപോലെ തന്നെ കാല് നഷ്ടപ്പെട്ടവർക്ക് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഒരു കാൽദാന പരിപാടി. അങ്ങനെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നന്മയും അനുകമ്പയും, കരുണയും അനുകമ്പയും അത് ഏറ്റവും വലിയ മഹത്വമാണ്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കി ഫൊക്കാനോ ആ ഒരു രീതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ജീവിക്കുമ്പോഴും നിങ്ങളുടെ സഹോദരന്മാരായ തീർച്ചയായിട്ടും, കാരണം ഞങ്ങളുടെ ജീവിതം അവിടെ ഞങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ എത്രയോ കുടുംബങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു ദിവസം വസ്ത്രം എടുക്കാനില്ലാതെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളാണ് നമ്മുടെ ജന്മനാട്ടിലുള്ളതെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ ഞങ്ങളാൽ പറ്റുന്നൊരു സഹായം നമ്മുടെ ജന്മനാട്ടിന് ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു മനുഷ്യരാണോ എന്ന ചിന്തയാണ് നമ്മളെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. സാമൂഹ്യ സംഘടന ഉൾപ്പെടെ സാംസ്കാരികം എന്നുള്ളതിനപ്പുറത്ത് ഒരു വലിയൊരു ചാരിറ്റിയിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇവിടെ നിരവധി, കാരണം നമ്മുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് കോടികൾ മുടക്കിയാണ് നമ്മൾ ഹോസ്പിറ്റലുകൾക്ക് എക്യുപ്മെൻസുകൾ വിതരണം ചെയ്തത്. അതുപോലെ തന്നെ സുനാമി വന്ന സമയത്ത് നിരവധി വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് സാധിച്ചു. അങ്ങനെ ഓരോരോ കലാമിറ്റീസ് വരുമ്പോഴെല്ലാം ഞങ്ങൾ ആദ്യമായി മുന്നോട്ട് ഇറങ്ങി ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാൽ ഏറ്റവും വലിയ ഫൊക്കാനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കേരള കൺവെൻഷനാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് ഈ കൺവെൻഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ സാഹിത്യകാരന്മാർ, മറ്റ് രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, പിന്നെ നമ്മുടെ ഫൊക്കാന കുടുംബങ്ങൾ, ഫൊക്കാനയുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകൾ, ഇവരുമല്ലാതെ ഒരു സംവാദം നടത്തി നമുക്കെന്ത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചില ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഞങ്ങളുടെ വസ്തു സംബന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ സർക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക, അവരുമായിട്ട് സംവേദിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഞങ്ങൾ ഈ കൺവെൻഷനെ കാണുന്നത്. ഞാൻ ന്യൂയോർക്കിലാണ്. ഞാൻ റിട്ടയർ ചെയ്തു. ചെറിയൊരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഭാര്യ, 3 മക്കൾ. എൻ്റെ പേര് ജോയ് ഈട്ടൻ. ഫൊക്കാന കേരള കൺവെൻഷൻ ചെയർമാനാണ് ഈ വർഷത്തെ. വീട് മൂവാറ്റുപുഴ ഊരമന. ഇവിടുത്തെ ജനങ്ങളോട് എന്താ പറയുക? ധാരാളം ആത്മഹത്യ പ്രവണത, പെൺകുട്ടികൾ വിവാഹം കഴിച്ചു പോയി ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അവരോടൊക്കെ എന്താ ഉപദേശം നമുക്ക് കൊടുക്കാനുള്ളത്? ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. നൂതന കാലഘട്ടത്തിൽ പരിഷ്കാരങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം പല കാര്യങ്ങളും. അത് നല്ലതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള വിഷമ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹമായാലും രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും അതുപോലെയുള്ള സാഹിത്യകാരന്മാരെല്ലാവരും കൂടി ഒരു അവയർനെസ് കൊടുക്കുക, എങ്ങനെ മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഈ ലഹരി മരുന്നിന് കൂടുതൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളം.
അപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് അതിനെ, നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫാമിലിയാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളെ കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. പാടില്ല എന്ന ചിന്ത നമുക്ക് ഓരോ കുടുംബവും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു മാറ്റം സംഭവിക്കും. അല്ലാണ്ട് ഒരു ഭരണകൂടത്തിന് പെട്ടെന്ന് ഇതിന് മാറ്റം വരുത്താൻ സാധിക്കില്ല. ഓരോ വ്യക്തികളും ചിന്തിക്കണം. സ്കൂൾ തലം മുതൽ ഇതിന് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കണം. നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വേണ്ട ശുചിത്വം എന്ന രീതി അവയർനെസ്, അതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെയുള്ള അവയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് പ്രിലിമിനറി സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ, അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സെൽഫ് കോൺഫിഡൻസ് വരുന്നില്ല. ആ വിദ്യാഭ്യാസം തന്നെ ടോട്ടലി ചേഞ്ച് വരുത്തേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. ചെയർമാനായിട്ടുള്ള ജോയി എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഇദ്ദേഹം മൂവാറ്റുപുഴയാണ് ഉദ്ദേശം. അമേരിക്കയിൽ ജോലി ചെയ്യുകയും ഇവിടെ നാട്ടിൽ ഫാമിലി പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗവാക്കാവുകയും ചെയ്യുകയാണ് ഇവരുടെ ഉദ്ദേശം. കേരളത്തിൽ ഇവരിവിടെ വന്ന് കുമരകത്ത് ഇവരിന്നൊരു 3 ദിവസത്തെ പ്രോഗ്രാം ചെയ്ത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എന്തായാലും എല്ലാ ആശംസകളും ഞങ്ങൾ നൽകുകയാണ്. താങ്ക് യു സോ മച്ച്. തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ച ഈ സഹകരണത്തിനും ഒത്തിരി താങ്ക്സ്. വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.